അപ്പോൾ ഇതുവരെ ബ്രേസ്ലെറ്റ് ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബറിന്റെ ഒരു റിക്വസ്റ്റ് പ്രമാണിച്ചൊരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ ഇന്നലെ കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. എന്ത് വാങ്ങണം, ഏതൊക്കെ വാങ്ങണം, മൊത്തം കൺഫ്യൂഷൻ ആയിരുന്നു. കുറേ സാധനങ്ങളൊന്നും ഇത് വേണോ വേണ്ടയോ എന്നുള്ള ഒരു മൊത്തത്തിൽ ആകെ ഒരു ടെൻഷനും കൺഫ്യൂഷനും ഒക്കെ ആയിരുന്നു. അങ്ങനെ അവിടെ ചെന്നിട്ട് ആദ്യം കണ്ട് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ അങ്ങെടുത്തു. അപ്പോൾ ഈ മുത്ത് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ഇതിന്റെ ആ ഒരു ഭംഗി കണ്ടാണ് അത് എടുത്തത്. പിന്നെ എനിക്ക് ശരിക്കും ഇങ്ങനത്തെ വൈറ്റ് ബീഡ്സ് ആയിരുന്നു വേണ്ടത്. അപ്പോൾ ഞാൻ ഇതിന് മുൻപ് ആദ്യം ബാക്കിൽ കാണുന്ന വെള്ളമുത്തുകൾ കണ്ടു, അതായത് ഈ വെള്ളമുത്തുകൾ ഇത് വാങ്ങി. പക്ഷെ ഇത് അത്ര എനിക്ക് ആവശ്യമില്ലായിരുന്നു. പക്ഷെ അയാൾ പറഞ്ഞു പാക്ക് ചെയ്ത് കഴിഞ്ഞ് ഇനി തിരിച്ചെടുത്ത് വെക്കാൻ പറ്റില്ലെന്ന്. അങ്ങനെ ഞാൻ അത് വാങ്ങിക്കൊണ്ട് വന്നു. പിന്നെ ഈ ടിങ് വയർ വാങ്ങി, അതായത് ഈ ഒരു ഇലാസ്റ്റിക് വയർ ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന. ഈ ഒരു കറുത്ത നൂല് മൊത്തത്തോടെ വാങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അതൊരു കൂട്ടത്തോടെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. 25 രൂപയായി. വേറൊരു കടയിൽ 80 രൂപ പറഞ്ഞാണ് ഭാഗ്യം. ഇത്തവണ ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ ഈ ഒരു കീ ചെയിൻ്റെ സാധനങ്ങൾ കണ്ടപ്പോൾ അതുകൂടെ വാങ്ങി. പിന്നെ നമ്മുടെ ഈ ബ്രേസ്ലെറ്റിന്റെ ആ ഒരു കൊളുത്തും ആ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന ബ്രേസ്ലെറ്റിന്റെ വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.